കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മളിന്ന് +2 മലയാളം ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ അധ്യായം കിരാതവൃത്തം എന്ന കവിതയാണ്. കവിതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയണത്. കവിത വിശദമായി വായിക്കുകയും പറയുകയൊന്നുമല്ല, അതിന് പരീക്ഷയ്ക്ക് വരാവുന്ന രീതിയിലുള്ള ഒരു ലഘു വിവരണം തരാം. കിരാതവൃത്തം എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത് കടമനിട്ട രാമകൃഷ്ണൻ. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1935 മാർച്ച് 22 പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് പറയാം. കവിത, കടമനിട്ടയുടെ കവിതകൾ, കടിഞ്ഞൂൽ പൊട്ടൻ, മിശ്രതാളം, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, വെള്ളി വെളിച്ചം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. പിന്നെ അദ്ദേഹം ചില വിവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അത് ഒക്ടോവിയോ പാസിൻ്റെ ഒരു കൃതി സൺസ്റ്റോൺ എന്ന കൃതി സൂര്യശീല എന്ന പേരിൽ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ സാമുവൽ ബക്കറ്റിൻ്റെ ഗോദോയെ കാത്ത്, വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന ഒരു കൃതി, അതും ഗോദോയെ കാത്ത് എന്നുള്ള പേരിൽ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ കറുത്ത കോപ്പ എന്ന പേരിൽ ലോക കവിതാ വിവർത്തനങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമ്മൾ കവിതയിലേക്ക് വരികയാണ്. കടമനിട്ടയുടെ കിരാതവൃത്തം. കിരാതൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാട്ടാളൻ. അപ്പം കാട്ടാളനെ കുറിച്ചുള്ള കുറേ വൃത്താന്തങ്ങളാണ്, കുറച്ച് കാര്യങ്ങളാണ്. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ സമകാലീന ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ആധുനിക ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥയും അതിൽ പിന്നെ കാട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ അതെങ്ങനെ മാറ്റിമറിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത്. അപ്പോൾ ഈറ്റപ്പുലി നോറ്റു കിടക്കും, ഈറൻ കണ്ണ് തുറന്നും, കരിമൂർഖൻ വാലിൽ കിളരും, പുരികം പാതി വളച്ചും, നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. ഇങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. കവിതയുടെ ആശയങ്ങളാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വരികളും പറയും. കവിതയുടെ മൊത്തം ആശയമാണ് ഇപ്പോൾ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ എന്താണ് കവിതയുടെ പ്രത്യേകത? എന്താണ്? പുരാതനമായ ഒരു കാലത്ത് ധീരനും തൻ്റെടിയുമായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. സ്വതന്ത്രനായി ജീവിച്ചവനാണ് ഇന്നത്തെ അധസ്ഥിതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ. അപ്പോൾ അവരുടെ കഥയാണ് കിരാതവൃത്തത്തിൽ ആവിഷ്കരിക്കുന്നത്, ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ കവിത എന്താ? ഈറ്റപ്പുലി നോറ്റുകിടക്കും, ഈറൻ കണ്ണ് തുറന്നും എന്നല്ലേ പറഞ്ഞത്. ഈറ്റപ്പുലി നോറ്റുകിടക്കുന്ന, ഈറൻ അണിഞ്ഞ കണ്ണ് തുറന്നും, കരിമൂർഖൻ വാലിൽ കിളരുന്ന, പുരികം പാതി വളച്ചും. എന്നുവെച്ചാൽ കരിമൂർഖൻ്റെ വാല് പോലുള്ള നീളമുള്ള പുരികം പാതി വളച്ച്, ഈറ്റപ്പുലി നോറ്റുകിടക്കുന്ന, ഈറൻ കണ്ണ് തുറന്നും. ഈറൻ കണ്ണെന്ന് വെച്ചാൽ ഈറ്റപ്പുലി നോറ്റുകിടക്കുന്ന, പ്രസവിച്ചു കിടക്കുന്ന പുലിയാണ്. അപ്പം പുലിയുടെ ആ കണ്ണിൽ രൗദ്രഭാവം കൂടിയുണ്ട്. മാതൃഭാവത്തോടൊപ്പം രൗദ്രഭാവമുണ്ട്. മാതൃഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, എന്ന് വെച്ചാൽ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനുള്ള ആ ഒരു ഭാവം കൂടിയുണ്ട്. അപ്പം ആ ഈറനണിഞ്ഞ കണ്ണ് തുറന്നും, പിന്നെ പുരികം, കരിമൂർഖൻ്റെ വാല് പോലുള്ള പുരികം പാതി വളച്ചും. എവിടെയാണ് നിൽക്കുന്നത്? വെണ്ണീറായ വനത്തിൻ്റെ നടുവിൽ കാട്ടാളൻ നിൽക്കുകയാണ്. നിൽക്കുന്നത് എങ്ങനെയാണ്? നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ എന്ന് വെച്ചാൽ തൻ്റെ തട്ടകം കത്തിച്ചാമ്പലായതിൻ്റെ വേദനയും പ്രതിഷേധവുമാണ് അവനിലുള്ളത്. അതാണ് നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ എന്ന് പറഞ്ഞത്. പിന്നെ കവിതയിലെ വരികൾ ആകാശത്ത് അച്ഛൻ ചത്തു കിടപ്പത് കണ്ട് നടുങ്ങി കാട്ടാളൻ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആകാശത്ത് അച്ഛനായ സൂര്യൻ ചത്തു കിടക്കുന്നത് കണ്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നടുങ്ങി. മലയോരത്ത് അമ്മ ഇരുന്നു ദഹിപ്പത് കണ്ട് നടുങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മലയോരമാകുന്ന അമ്മയും ആകാശമാകുന്ന അച്ഛൻ, ആകാശത്ത് അച്ഛൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നൊക്കെ പറയാം, ആകാശമാകുന്ന അച്ഛനും മലയോരമാകുന്ന അമ്മയും ഒക്കെയാണ് കാട്ടാളൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ മലയോരത്ത് അമ്മ ഇരുന്നു ദഹിക്കുന്നത്, വിഷമിക്കുന്നത് കണ്ട് അവന് സങ്കടമായി. പിന്നെ അടുത്ത വരി എന്താണ്? മുലപാതി മുറിഞ്ഞവൾ ആറ്റിൻകരയിൽ കനലായി വിളിച്ചു, കനലിൽ വിളി ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു. ആ ഭാഗം നോക്കാം. മാറിടങ്ങൾ പാതി മുറിഞ്ഞ, മാറിടം എന്ന് പറയുന്നത് ഇവിടെ ഭൂമിയുടെ, വനത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മാറിടങ്ങൾ മാമലകളാണ്. അപ്പോൾ ആ മാമലകൾ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇടിച്ച് നിരപ്പാക്കുകയാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മാറിടങ്ങൾ മുറിഞ്ഞവൾ ആറ്റിൻകരയിൽ കനലായി
വിളിക്കുന്നത് അവൻ കേട്ടു. ആ കനലിന്റെ വിളി ചാട്ടുളി പോലെ കാട്ടാളന്റെ കാതിൽ ചെന്ന് ആഞ്ഞ് തറച്ചു. അപ്പോൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന ആദിവാസി സ്ത്രീകളുടെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മലയെല്ലാം ഇടിച്ച് നിരപ്പാക്കി കാടിനെ അല്ലെങ്കിൽ നാടിനെ, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഉള്ളത്. അപ്പോൾ ആ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അമ്പേറ്റ കരിമ്പുലിയെ പോലെ, അല്ലെ അമ്പേറ്റ കരിമ്പുലി പോലെ, ഉരുൾപൊട്ടിയ മാമല പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്പേറ്റ കരിമ്പുലിയെ പോലെ, ഉരുൾപൊട്ടിയ മാമല എന്ന പോലെ, ഈ ലോകമാകെ വിറപ്പിക്കുന്ന പോലെ കാട്ടാളൻ അലറി. അപ്പോൾ അവന്റെ ശക്തമായ ആ പ്രതിഷേധമാണ് അവിടെ ആ അലർച്ചയിലൂടെ സൂചിപ്പിച്ചത്. അലകടലിന്റെ വേരു പറിക്കാൻ അവൻ കുതറി. അലകടലിൻ വേരു പറിക്കാൻ കുതറി കാട്ടാളൻ എന്ന് വരും. അലകടലിന്റെ വേരു പറിക്കാൻ അവൻ കുതറി. ഒരു നിമിഷം തെങ്ങിക്കരയുന്ന വേഴാമ്പൽ പക്ഷിയെ പോലെ മഴവെള്ളത്തിനു വേണ്ടി മാനം നോക്കി അവനിരുന്നു. അപ്പോൾ ഒരു നിമിഷം തെങ്ങിക്കരയും വേഴാമ്പൽ പക്ഷി കണക്കെ മഴ നീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ എന്നാണ് വരി. അപ്പോൾ വേഴാമ്പലിന്റെ പ്രത്യേകത എന്താണ്? മഴ പെയ്യുമ്പോഴാണ് വേഴാമ്പലിന് ശരിയായ രീതിയിൽ ദാഹജലം ലഭിക്കുക എന്നൊരു സങ്കല്പമുണ്ട്, ഒരു വിശ്വാസം, ഒരു കാര്യമുണ്ട്. അപ്പൊ അതുപോലെ വേഴാമ്പൽ എന്ത് ചെയ്യാണ്? മഴയെ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു നിമിഷം തെങ്ങിക്കരയുന്ന വേഴാമ്പൽ പക്ഷിയെ പോലെ മഴവെള്ളത്തിനു വേണ്ടി മാനം നോക്കിയിരിക്കുകയാണ് നമ്മുടെ കാട്ടാളൻ. എന്നാൽ മാനത്തിന് മൗനം എന്നാണ് കവിത. മാനത്തിന് മൗനമാണ്. ഭ്രാന്തമായ സ്നേഹത്തിനു ദാഹം വർദ്ധിച്ച് മാന്തോപ്പുകളെല്ലാം ഉരുകിപ്പോകുന്ന മണ്ണിൽ കാട്ടാളൻ ഇരുന്നു. എന്ന് വെച്ചാൽ കാട്ടുതീയിൽപ്പെട്ട് മാന്തോപ്പുകളെല്ലാം ഉരുകിയിട്ടുണ്ട്. ആ ഉരുകിയ മണ്ണിൽ കാട്ടാളൻ ഇരിക്കുകയാണ്. അപ്പോൾ കാടും മരങ്ങളും എല്ലാം വെണ്ണീറായി. മരുഭൂമിയാകുന്ന ഒരു ഭൂമിയിലാണ് വേദനയോടെ, രോഷത്തോടെ അവൻ ഇരിക്കുന്നത്. അപ്പോൾ വെണ്ണീറായ ആ മണ്ണിലാണല്ലോ കാട്ടാളൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവനവിടെ വിഷമത്തോടെ ഇരുന്നു. കരിമേഘങ്ങൾ ചത്തുകിടക്കുന്ന വിഷത്തിന്റെ കടലാണോ ഈ ആകാശം? എന്താണ്? കരിമേഘം ചത്തുകിടക്കും കാഗോള കടലോ മാനം എന്ന് വരും. അപ്പോൾ കാർമേഘങ്ങൾ ചത്തുകിടക്കുന്ന വിഷത്തിന്റെ കടലാണോ ഈ ആകാശം? പിന്നെ കരിമരണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ താൻ എന്നുള്ളത്. അപ്പോൾ കരിമരണം കാവലിരിക്കുന്ന വലിയ നോവ് എന്ന് പറഞ്ഞ വേദന കോട്ടയിലാണോ താൻ അകപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് കാട്ടാളൻ ചിന്തിക്കുന്നത്. ഇനി കാട്ടാളൻ തനിക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യത്തിന്റെ നാളുകളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് അടുത്ത വരി. കാട്ടാളൻ തനിക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യത്തിന്റെ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ആ നന്മകളെല്ലാം എവിടെ പോയി എൻ്റെ കിനാവുകൾ വിതച്ച, അല്ലെങ്കിൽ എവിടെ പോയി എൻ്റെ ദിനങ്ങൾ? അതാണ് വരികൾ. എങ്ങനെയൊക്കെയാണ് നോക്കാം നമുക്ക്. എവിടെ എൻ്റെ കിനാക്കൾ വിതച്ചോരിടിമിന്നൽ പൂക്കും മാനം, എവിടെ എൻ്റെ തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയണത്. അപ്പോൾ ആ നന്മ താൻ വളരെ മനോഹരമായൊരു സാഹചര്യത്തിൽ ആണ് കഴിഞ്ഞിരുന്നത്. അതെല്ലാം എവിടെ പോയി എന്നാണ് ചോദ്യം. ആ നന്മകളെല്ലാം എവിടെ പോയി എന്നവൻ വിളിച്ചു ചോദിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെടുത്തിയവർക്ക് എതിരെ അവൻ ശാപവർഷം ചൊരിയുന്നു. എൻ്റെ സ്വപ്നങ്ങൾ വിതച്ച ഇടിമിന്നൽ പൂക്കുന്ന ആകാശം ഇന്ന് എവിടെയാണ്? എൻ്റെ തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ എവിടെ? അതുപോലെ പച്ചക്കുതിരകൾ എന്ന് വെച്ചാൽ പച്ചത്തുള്ളൻ, പച്ചപ്പൈ എന്നൊക്കെ പറയും. പച്ചക്കുതിരകൾ ചാടി നടന്നിരുന്ന മുത്തങ്ങ പുല്ലുകൾ എവിടെ? കറുകപ്പുല്ലിന്റെ തുമ്പത്ത് അമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ എന്ന് കവിതയിലെ വരി. അപ്പൊ കറുകപ്പുൽ തുമ്പത്ത് അമ്പിളി കളമെഴുതി പാടിയ രാവുകളും, അതുപോലെ കാട്ടാറിന്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിന്റെ തരിവള മുട്ടി കാടത്തികൾ ചോലമരത്തിൽ ചോട്ടിൽ ചുവടൊത്തു കളിച്ച ആ ദിനങ്ങളും എല്ലാം കാട്ടാളൻ ഓർക്കുന്നു. പിന്നെന്തൊക്കെയാണ്? ഈ കാടത്തികളുടെ നൃത്തത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കരിവീട്ടി കാതൽ പിണഞ്ഞും കൺപീലി കാടുകൾ വിടർന്നും കവിളത്തഴകേഴു വളർന്നും തലമുടി കെട്ടുകളെല്ലാം ഊർന്നും ഉടലും അരക്കെട്ടുമിളകി മാറിടമിളകി കാർമുടിയെല്ലാം ചിതറി കാടത്തികൾ ചോലമരത്തിന്റെ ചോട്ടിൽ ചുവട് വെച്ചു കളിച്ചു. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് മുളനാഴിയിൽ നിറച്ച പഴഞ്ചാറ് ഒരു മോന്തിന് ലഹരി പിടിച്ച് ആ മാവിൻ ചുവട്ടിൽ
താളം കൊട്ടി തലയാട്ടിയ ഞാൻ ഇന്നെവിടെയാണ്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്ന നാളുകളായിരുന്നു കാട്ടാളന് ഉണ്ടായിരുന്നത്. എൻ്റെ ദിവസങ്ങൾ എവിടെ പോയി, എൻ്റെ കിടാങ്ങൾ എവിടെയാണ് പോയത്. കിടാങ്ങൾ എന്നാണ് കുഞ്ഞുങ്ങൾ. എൻ്റെ കിടാങ്ങൾ എവിടെയാണ് പോയത്. എൻ്റെ ആൺകുട്ടികൾ തേൻകൂട് തേടിപ്പോയതായിരുന്നു. അപ്പൊ എന്താ, തേൻകൂടുകൾ തേടിപ്പോയോ രാൺകുഞ്ഞുങ്ങൾ എൻ്റെ കിടാങ്ങൾ എന്ന് പറയുന്നുണ്ട്. വരികൾ എങ്ങനെയാണ് നോക്കാം. തേൻകൂടും തേടിപ്പോയതാണ്. അതാ, തേൻകൂടുകൾ തേടിപ്പോയോ രാൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ. അതുപോലെ പൂക്കൂട നിറയ്ക്കാൻ പോയോ കുട്ടികൾ പെൺപൈതങ്ങൾ. അപ്പൊ എന്താണ് കാട്ടാളൻ ചോദിക്കുന്നത് നോക്കൂ. എവിടെ പോയി എൻ്റെ കിടാങ്ങൾ അല്ലേ? അവരെല്ലാവരും എന്തിനൊക്കെ പോയതായിരുന്നു? എൻ്റെ കിടാങ്ങൾ എവിടെയാണ് പോയത്? എൻ്റെ ആൺകുട്ടികൾ തേൻകൂടുകൾ തേടി പോയതായിരുന്നു. പെൺകുട്ടികൾ പൂക്കൂടകൾ നിറയ്ക്കാൻ കാട്ടിൽ പോയതാണ്. അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയ ആമ്പൽപ്പൂ മൊട്ടുകൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അമ്മിഞ്ഞ ഒട്ടിയ ആമ്പൽപ്പൂ മൊട്ടുകൾ എന്ന് പറഞ്ഞാൽ, ആമ്പൽപ്പൂ മൊട്ട് പറഞ്ഞാൽ പുഞ്ചിരി എന്ന് വെച്ചാൽ പുഞ്ചിരികൾ ഇന്ന് എവിടെ പോയി എന്ന് വെച്ചാൽ ശൈശവകാലം കുഞ്ഞു കിടാങ്ങളെല്ലാം എവിടെ പോയി. ആ പുഞ്ചിരി പൊഴിച്ചിരുന്ന മുഖങ്ങളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. തളിരെല്ലുകൾ കരിയുന്ന മണമാണോ നാടികളിൽ തറയ്ക്കുന്നത്? പൂക്കൾ ഉരുകിയൊലിക്കുന്ന നിറമാണോ ദിക്കുകളിൽ നിറയുന്നത്? ഈച്ചപ്പുലി മുരളുന്ന കാട്ടാളന്റെ കണ്ണിൽ നിന്ന് ഒരു തീത്തുള്ളി, ഒരു കണ്ണുനീർ തുള്ളി ഊറി അടർന്നു. നേരത്തെ ആദ്യം പറഞ്ഞല്ലേ, ഈച്ചപ്പുലി മുരളും കണ്ണിൽ എന്നല്ലേ, ഈറൻ കണ്ണ്, ഈ മുരളും ഈറൻ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞാൽ ആ ഈറൻ കണ്ണിൽ ഇപ്പൊ അതിൽ നിന്ന് ഉതിർന്നു വീണത് എന്തായിരുന്നു? ഒരു കണ്ണുനീർ തുള്ളിയാണ്. പക്ഷെ അതിനെ കവി പറഞ്ഞ തീത്തുള്ളി എന്നാണ്. മനസ്സിലെ ആ വിഷമങ്ങളെല്ലാം കൂടി ചേർന്ന് അതൊരു തീത്തുള്ളിയായി അടർന്നു വീണു. കാട്ടാളൻ കരളിൽ വേദന കൊണ്ട് നുറുങ്ങിയ നട്ടെല്ല് നിവർന്ന് എണീറ്റു. അവനിൽ ചുരമാന്തി നിന്ന കരുത്തിന്റെ തിരമാലകൾ ചീറി അടിച്ചു. പ്രതിഷേധത്താൽ ജ്വലിച്ചുകൊണ്ട് കാട്ടാളൻ അലർന്നു. എന്തൊക്കെയാ പറയുന്നത് നോക്കാം. കാട്ടാളൻ: വേട്ടക്കാരുടെ കൈകൾ ഞാൻ കൽമഴു ഓങ്ങി വിട്ടു. കവിത വേട്ടക്കാരവരുടെ കൈകൾ കൽമഴു ഓങ്ങി വിട്ടും എന്ന്. വേട്ടക്കാരവരുടെ കൈകൾ എങ്ങനെയാണത് നോക്കാം. വേട്ടക്കാരവരുടെ കൈകൾ വെട്ടും ഞാൻ കൽമഴു ഓങ്ങി. മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമാറ്റി. പിന്നെ എന്തൊക്കെയാ? മരമൊക്കെ അരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവർ അവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ എന്നൊക്കെയാണ് പറയണത്. അതിന്റെ ആശയമാണ് ഞാൻ പറയണത്. എന്തൊക്കെയാണത്? വേട്ടക്കാരുടെ കൈകൾ ഞാൻ കൽമഴ ഓങ്ങി വെട്ടും. മല തീണ്ടി അശുദ്ധമാക്കിയവർ ആറ്റിലൂടെ തലയില്ലാതെ ഒഴുകണം. മരങ്ങളെല്ലാം മുറിച്ചവർ, എൻ്റെ കുലം മുടിച്ചവർ, എൻ്റെ വംശം ഇല്ലാതാക്കിയവർ, അവരുടെ കുടൽമാലകൾ കൊണ്ട് ലോകത്തിൽ ഞാൻ തോരണങ്ങൾ തൂക്കും. അവരുടെ കുരലൂരിയെടുത്ത് ഞാൻ വീണ്ടും വീണ്ടും കുഴൽ വിളിക്കും. മദ്യപിച്ച് മതം പൂണ്ട് മയങ്ങിക്കിടന്നിരുന്ന ശക്തികൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ വില്ലു കുലയ്ക്കും. കുലച്ച വില്ലിന് പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാൻ മുറുക്കും. ഇടിമിന്നലൊടിച്ച് അഗ്നിയുടെ അമ്പുണ്ടാക്കി തിരയായി കരിമേഘത്തിൽ ചേർന്നുരഞ്ഞ് ആ പൊരി പേമഴയായി പൊഴിയും. വീണ്ടും പൊടിവേരുകളായി ഞാൻ പടരും. പുതിയ മുള പൊട്ടി ഒരു കിരണം പ്രതീക്ഷയുടെ ആകാശം രൂപമെടുക്കും. ഒരു സൂര്യൻ ഉദിക്കുകയും അതിൻ്റെ നിഴലായി അമ്പിളി വളരുകയും ചെയ്യും. പുത്തനായി വളരുന്ന വനമോടിയിൽ ആടി തെളിയുകയും വനത്തിൻ്റെ ആനന്ദലഹരിയിൽ എൻ്റെ ദുഃഖമെല്ലാം ഇല്ലാതാകുകയും ഞാൻ അന്ന് ചിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്നും തൻ്റെ വർഗം ഉയർത്തെഴുന്നേൽക്കുമെന്നും കാട്ടാളൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ വെന്തു വെണ്ണീറായ വനത്തിന്റെ നടുവിൽ കാട്ടാളൻ നിൽക്കുന്നു. എങ്ങനെ? നെഞ്ചത്തൊരു പന്തം കുത്തി കാട്ടാളൻ നിൽക്കുകയാണ്. അത് പ്രതിഷേധത്തിന്റെ, രോഷത്തിന്റെ തീപന്തമാണ് എന്ന് പറയാം. അപ്പൊ ഈ ആശയങ്ങളുടെ ആ വരികൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണ മാറ്റിൽ. മരമൊക്കെ അരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. കുരലൂരിയെടുക്കും ഞാനാ കുഴലൂതി വിളിക്കും. വീണ്ടും മത്താടി മയങ്ങിയ ശക്തികൾ എത്തും ഞാൻ വില്ലുകുലയ്ക്കും. കുലവില്ലിനു പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ. ഇടിമിന്നലൊടിച്ച് അമ്പഗ്നി തിരയായ കരിമുകിലിൽ ചെന്നുരയും.
പൊരി പേമഴയായി പൊഴിയും, പൊടിവേരുകളായി പടരും, മുള പൊട്ടി വിളിക്കും. കിരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശം, രശ്മി. ഒരു സൂര്യൻ ഉദിക്കും. നിഴലായിട്ട് അമ്പിളി വളരും. ഒരു സൂര്യൻ ഉദിക്കും, അതിന് നിഴലായി അമ്പിളി ഉദിക്കും. അമ്പിളി വളരും. വളരും വനമോടികൾ ആടിത്തെളിയും, വനമൂർച്ചയിൽ ദുഃഖം തകരും. ഞാൻ അന്നു ചിരിക്കും. അങ്ങനെയാണ് കാട്ടാളൻ്റെ ചിരി. ഇനി സന്തോഷം വരണമെങ്കിൽ വീണ്ടും ആ വനമോടികൾ ആടിത്തെളിയണം. പഴയ കാലത്തെ പോലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തുമ്പോഴേ കാട്ടാളന് ചിരിക്കാൻ കഴിയും. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കവിത. അപ്പോൾ കവിതയുടെ ആശയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം. ഈ കാട്ടാളൻ എന്ന് പറയണത് സത്യത്തിൽ എന്താണത്? നാട്ടാളൻ്റെ എതിർ ധ്രുവമാണ്. നാട്ടാളൻ്റെ എതിരായിട്ടുള്ളൊരു പദമാണെന്ത്? കാട്ടാളൻ. കാട്ടിൽ കഴിയുന്ന ആൾ കാട്ടാളൻ, നാട്ടിൽ കഴിയുന്ന ആൾ നാട്ടാളൻ. അപ്പോൾ കാടാകെ ആളി നിൽക്കുന്നവനാണ് അവൻ. അപ്പോൾ ഈ കിരാതവൃത്തം എന്നുള്ള കവിത പെറ്റുകിടക്കുന്ന ഒരു പുലിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വന്യമായ മാതൃബിംബമാണത്. ഇപ്പോൾ കാട്ടാളൻ്റെ കണ്ണിൽ ഈറ്റപ്പുലി ഉണ്ട്. കുഞ്ഞിൻ്റെ സംരക്ഷണ ബാധ്യതയുള്ളതിനാൽ രൗദ്രഭാവം അണിയുന്ന ഈറ്റപ്പുലിയാണത്. കാട്ടാളൻ്റെ വളഞ്ഞ പുരികത്തിൽ കരിമൂർഖനുണ്ട്. സർപ്പരോഷത്തോടെ പ്രതികാര ദംശനത്തിന് വെമ്പുന്ന കാട്ടാളൻ്റെ ഭാവമാണ് ഈ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തരിശാക്കപ്പെട്ട തൻ്റെ ആവാസ വ്യവസ്ഥയിൽ നെഞ്ച് നീറി നിൽക്കുന്ന കാട്ടാളൻ. കാട്ടാളൻ്റെ ഉള്ളിൽ അടങ്ങാത്ത പകയുണ്ട്. ചുട്ടു ചാമ്പലാക്കപ്പെടുന്ന വനത്തിന്റെ നടുവിൽ നിരാധാരനായി നെഞ്ചത്ത് രോഷത്തിന്റെ പന്തവും കുത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിലെ ആശയങ്ങൾ, സാരം. കവിത അപഗ്രഥിച്ച് എഴുതുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. അതുപോലെ പ്രകൃതി മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ടാണ് കിരാതവൃത്തം എന്ത് ചെയ്യുന്നത്? മുന്നേറുന്നത്. ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കലങ്ങുകയും നടുങ്ങുകയുമാണ് കാട്ടാളൻ. അതാണ് മലയോരം ആകെ ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ആകെ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പ്രകൃതിയുടെ കനൽ വിളി ചാട്ടുളിയായി കാട്ടാളൻ്റെ നെഞ്ചിൽ ആളി കത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കവിതയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. ഈ വരികളുടെ അർത്ഥതലം കണ്ടെത്തി എഴുതാൻ. അതപ്പോൾ അതിൻ്റെ ആശയം ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്, മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ചില ബിംബങ്ങളുണ്ട്. ഏതൊക്കെയാണത്? നീറായ വനം, ചാട്ടുളിയായ കനൽ വിളി, അലകടലിൽ വേരുപറിക്കൽ, കറുകപ്പുൽത്തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ, ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങളെ കുറിച്ച് വിശദമാക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ള ആശയങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അത് ഒന്ന് മനസ്സിലാക്കി എഴുതുക. അപ്പോൾ കിരാതവൃത്തം എന്നുള്ള കവിതയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പരീക്ഷയ്ക്ക് അത് ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ, അടുത്ത അധ്യായത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. ഓക്കെ.